UDF-നുള്ളിൽ ഇപ്പോൾ നിലനിൽക്കുന്ന ഈ മുഖ്യമന്ത്രി കസേര കളിയുണ്ടല്ലോ, ഇതിനെ ശക്തമായി എതിർത്ത് അല്ലെ ഈ ഒരു കസേര കളിക്കെതിരെയുള്ള മുസ്ലിം ലീഗിന്റെ എതിർപ്പ് അവർ അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. അവർക്ക് ഇതിൽ ശക്തമായ അതൃപ്തിയുണ്ട്, എതിർപ്പുണ്ട്. അതായത് വോട്ടെണ്ണ കഴിഞ്ഞ് ഭൂരിപക്ഷം ഉറപ്പായ ശേഷം നടത്തേണ്ട ചർച്ച ഇപ്പോഴേ പരസ്യമായി നടത്തരുത് എന്നാണ് പറയുന്നത്. അത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി PMS അല മാധ്യമങ്ങളോട് പ്രതികരിച്ചു. വളരെ നാണംകെട്ട കളിയാണെന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത് ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ശരിയാണ്. മിക്കപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് പക്ഷേ പാർട്ടി കോൺഗ്രസ് ആണ്. ലീഗിനും അറിയാം ഇതിങ്ങനെയൊക്കെ തന്നെയാണ്. കാര്യം കോൺഗ്രസ് പാർട്ടിയുടെ ഇതുവരെയുള്ള ചരിത്രങ്ങളിൽ എല്ലായിടത്തും എല്ലാ കാലത്തും ഇങ്ങനെയൊരു ചർച്ച ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഈ ചർച്ച കൂടുതൽ കൊടുമ്പിരിക്കൊള്ളാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഇവർക്ക് എന്തോ വലിയ ഭൂരിപക്ഷം കിട്ടി, ഒരു സർക്കാർ വിരുദ്ധത ഉണ്ട്, ആ ഒരു തരംഗമുണ്ട് എന്നൊക്കെ കരുതിയിട്ട് തന്നെയാണ് ഇപ്പം ഇത്ര കൂലങ്കഷമായ ഒരു ചർച്ച നടക്കുന്നത്. പണ്ട് കാലത്ത് ഉണ്ടായിരുന്നതിൽ ഒന്നീ K കരുണാകരനാകുമായിരുന്നു, പിന്നെ അല്ലെങ്കിൽ AK ആൻ്റണി എന്ന് പറയുന്ന ഒരാളിലേക്ക് എത്തി. പിന്നെ അതിനുശേഷമാണ് മുഖ്യമന്ത്രി പദത്തിന് വേണ്ടി ആൾക്കാരുടെ എണ്ണം കൂടുന്നത്. ഇപ്പോൾ ഉമ്മൻചാണ്ടിയൊക്കെ നിൽക്കുന്ന സമയത്ത് പോലും മുഖ്യമന്ത്രി ആകാൻ എണ്ണം ഉണ്ടായിരുന്നു ഇവിടെ. ഇനി അതല്ല, ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് മുഖ്യമന്ത്രിക്കെതിരായി ഇവിടെ പ്രത്യേകം ഗ്രൂപ്പ് ഉണ്ടാക്കിക്കൊണ്ട് ഈ അധികാര തർക്കം അല്ലെങ്കിൽ അധികാരത്തിന് കൊതി ഉണ്ടായിരുന്ന പലരും ഈ ഉമ്മൻചാണ്ടിയെ താഴെ ഇറക്കാൻ വേണ്ടി പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ ഒരു സാഹചര്യവും അങ്ങനെ തന്നെയാണ്. ഇവിടെയും ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഇവിടെ സർക്കാർ രൂപീകരിക്കാനുള്ള ചർച്ചകളൊന്നും ആയിട്ടില്ല. സർക്കാർ രൂപീകരിക്കുക എന്നതിനപ്പുറത്തേക്ക് ആദ്യം വേണ്ടതെന്ന് പറഞ്ഞാൽ ഇനിയിപ്പം May 4 വരെ നമുക്ക് കാത്തിരിക്കേണ്ടി വരും. ഇനിയും കിടക്കുക 10-15 ദിവസത്തിനപ്പുറം. ഈ 10-15 ദിവസം ഇനിയും ബാക്കി കിടക്കുന്ന ഈ സാഹചര്യത്തിൽ എന്തിനാണ് ഈ തർക്കം ഉണ്ടാക്കുന്നതെന്നാണ് ലീഗിൻ്റെ സ്വാഭാവികമായൊരു സംശയം. കാരണം UDF എന്ന് പറയുന്ന ഒരു മുന്നണി കേരളം ഭരിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള സർവമായ അധികാരമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി മുസ്ലിം ലീഗാണ്. മുസ്ലിം ലീഗ് ഒറ്റയ്ക്ക് നിർത്തി പിന്നെ ഈ പറയുന്ന പോലെ സ്ഥാനാർത്ഥികളെ നിർത്തി വിജയിപ്പിക്കാൻ കഴിവുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും യാതൊരു തർക്കവുമില്ല. ആ മുസ്ലിം ലീഗ് ഇതിൽ കണ്ടിട്ട്, അപ്പം മുസ്ലിം ലീഗിൻ്റെ ബലത്തിലാണ് കഴിഞ്ഞ നമുക്കറിയാവുന്ന പോലെ ഓരോ തവണയും 21 ഈ പറയുന്ന 41 വരെയൊക്കെ എത്തിയത് ലീഗിൻ്റെ പിൻബലം ഉള്ളത് കൊണ്ടാണ്. ഇല്ലെങ്കിൽ അതുകൂടി പോവും. ലീഗിന് പിന്നെ വേറൊരു ഗുണമുണ്ട്. രാഷ്ട്രീയമായി ചില തർക്കങ്ങൾ ഉണ്ടാകുമെങ്കിലും മുസ്ലിം ലീഗിന് ഇത്തവണ വിജയിപ്പിക്കുന്ന ആൾക്കാരെ കൊണ്ടുവന്നിട്ട് LDFൻ്റെ പാളയത്തിൽ കൊണ്ട് കെട്ടാനൊന്നും അവർക്ക് യാതൊരു പ്രശ്നവുമില്ല. കാരണം ഒരു സർക്കാർ രൂപീകരണ സമയത്ത് അവർ മുന്നണി ബന്ധം വിച്ഛേദിച്ചാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. ഇത് അവർക്ക് അർഹിക്കുന്ന പ്രാധാന്യത്തോടു കൂടി മുസ്ലിം ലീഗിനെ അവർ ഉൾക്കൊള്ളും. അത് 100% ഉറപ്പാണ്. LDFലേക്ക് മുസ്ലിം ലീഗ് ചിലപ്പോൾ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ കൈ നീട്ടി സ്വീകരിക്കേണ്ടി വരും. ഒരു ഭരിക്കാൻ ഭൂരിപക്ഷം ഇല്ല, അത്തൊരു സാഹചര്യം വരുമ്പോൾ ഒരു തൂക്ക മന്ത്രിസഭ എന്നുള്ള നിലയിലേക്ക് പോകുന്നൊരു സാഹചര്യം വരികയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് പോസിബിലിറ്റീസ് ഉണ്ട്. കാര്യം എന്തിനാണ് ഇതിനകത്ത് നിൽക്കുന്നത്? UDF എന്ന് പറയുന്ന മുന്നണി നിൽക്കുമ്പോൾ കോൺഗ്രസ്സുകാർ ഇതാ കിടക്കുന്നു, തമ്മി തല്ലുന്നു. ഇവിടെ വോട്ടെടുപ്പ് കഴിഞ്ഞതേ ഉള്ളൂ. വോട്ടെടുപ്പ് കഴിഞ്ഞ് May 4 ഇലക്ഷൻ റിസൾട്ട് വരാനിരിക്കുന്നു. ഇലക്ഷൻ റിസൾട്ട് വരുന്നതിന് മുൻപ് ഇതിപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇനി ഒരു ഭൂരിപക്ഷം ഉണ്ടായില്ല എന്ന് കരുതുക. ഇപ്പം അവർ ചിന്തിക്കുന്ന UDF ചിന്തിക്കുന്ന വെച്ചാൽ UDFന് ഇവിടെ ഭൂരിപക്ഷം കിട്ടും എന്നുള്ളതാണ് ചിന്ത. അപ്പോൾ UDFന് ഭൂരിപക്ഷം കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും? ഈ ചർച്ചകൾ വെറുതെ ആവില്ലേ? ആലോചിക്കുക. ഈ ചർച്ച എന്ന് പറയുന്നത് പിന്നെ പാർട്ടിക്കുള്ളിൽ നടക്കുന്ന ചർച്ചയാണോ? അല്ല, ഇത് പാർട്ടിക്ക് പുറത്തേക്ക് പോവുകയാണ്. VD സതീശൻ്റെ ഒരു വിഭാഗം ആളുകൾ KC വേണുഗോപാലിനെ സൈബർ ആക്രമണം നടത്തുന്നു. ഈ നേതാക്കന്മാരുടെ അണികളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ചേരിതിരിഞ്ഞ് തല്ലുണ്ടാക്കുന്നു. ഇവിടെ ഇതൊക്കെ കാണുമ്പോൾ ഒരു മുന്നണിക്കകത്ത് നിൽക്കുന്ന ഒരു സ്വാഭാവികമായി ഒരു സംഘടനാ ബലമുള്ള മുസ്ലിം ലീഗിനെ പോലെയുള്ള ഒരു പാർട്ടിക്ക് സ്വാഭാവികമായിട്ടും കലിപ്പുണ്ടാകുന്നത് നമുക്ക് ഊഹിക്കാൻ കഴിയുന്ന കാര്യമാണ്. അവർക്ക് കലിപ്പുണ്ടാകുമെന്നേ. എങ്ങനെ കലിപ്പുണ്ടാകാതിരിക്കും? ആലോചിക്കും. ഇവർക്ക് 5 മന്ത്രി, ഈ പറയുന്ന 5ാം മന്ത്രി വാദമൊന്നും പിന്നെ വിവാദമുണ്ടായി നമ്മുടെ കേരളത്തിൽ. അന്ന് ഈ പറയുന്ന മലപ്പുറം ജില്ലയിൽ മുസ്ലിം ലീഗിനെതിരായി ഏറ്റവും ശക്തമായി നിലപാടെടുത്ത ഒരാളുടെ പേര് ആര്യാടൻ മുഹമ്മദ് എന്നായിരുന്നു. പിന്നെ വൈദ്യുതിയും പിന്നെ KSRTC ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്ന മന്ത്രിയായിരുന്നു ആര്യാടൻ മുഹമ്മദ്. അന്നൊരു 5ാം മന്ത്രിവാദം വന്ന സമയത്ത് തന്നെ ആര്യാടൻ മുഹമ്മദ് പറഞ്ഞ എന്താ, ഇനിയും ഒരു പിന്നെ മുസ്ലിം ലീഗിലെ ഒരാൾക്കൂടെ മന്ത്രിസ്ഥാനം കൊടുത്താൽ കേരളം ഭരിക്കുന്ന അവസാനത്തെ കോൺഗ്രസ് മന്ത്രി അല്ലെങ്കിൽ UDF മന്ത്രിസഭ ഉമ്മൻചാണ്ടിയുടേതാവും എന്ന് ആര്യാടൻ മുഹമ്മദ് തന്നെയാണ് പറഞ്ഞത്. അപ്പം അത്രയും വരെ അവർ പറഞ്ഞു വെച്ചു. ഇവർക്കിനി മന്ത്രിമാരുടെ എണ്ണം കൂടുതൽ ചോദിക്കാം, എന്നിട്ട് അല്ലെങ്കിൽ ഉപമുഖ്യമന്ത്രി സ്ഥാനം, എന്നിട്ട് പോലും ലീഗ് എടുത്തിരിക്കുന്ന ഒരു നിലപാടുണ്ട്. നമ്മൾ കൂടുതലായി ഒന്നും ചോദിക്കുന്നില്ല, നമുക്ക് ഇതാണ് നമ്മളുടെ ആവശ്യങ്ങൾ എന്ന് പറയുന്ന ഒരു നിലപാട് അറിയിച്ചിട്ടുണ്ട്. ആ നിലപാടിനപ്പുറത്ത് എന്നാൽ ആര് മന്ത്രിയാവണം, ഇത് സംബന്ധിച്ച് ലീഗിന്റെ ചർച്ചകൾ എവിടെയെങ്കിലും നടക്കുന്നുണ്ടോ? വളരെ മാന്യമായ പെരുമാറ്റം. പിന്നെ വളരെ മാന്യമായിട്ടല്ലേ ഇതുവരെ നമ്മൾ ആലോചിച്ച് നോക്കൂ. ഇതിനകത്ത് ഈ ലീഗിൽ ആരൊക്കെ മന്ത്രിമാരാകണം എന്ന കാര്യത്തിൽ എവിടെയെങ്കിലും ഒരു തർക്കം നടക്കുന്നതായിട്ട് നമ്മൾ ആരും കേട്ടിട്ടില്ല.
ലീഗിനകത്ത് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇനിയിപ്പം പിന്നെ കുഞ്ഞാലിക്കുട്ടി മന്ത്രിയാവോ ഷാജി മന്ത്രിയാവോ ഇങ്ങനെ തുടങ്ങി ചർച്ചകളൊന്നും അവരിലേക്ക് എത്തിയിട്ടില്ല. കാരണം എന്താ, അവർക്കറിയാം ഇവിടെ വന്ന് ഇലക്ഷൻ റിസൾട്ട് വന്ന് ആ റിസൾട്ട് വന്ന് ഭൂരിപക്ഷം കിട്ടുന്ന ഒരാൾ മന്ത്രിസഭാ രൂപീകരണത്തിനായിട്ട് ഗവർണർ വിളിക്കും. അപ്പോൾ ആ സമയത്താണ് പോവേണ്ടത്. അല്ലാതെ ഇവിടെ നിന്നുകൊണ്ട് ഒരു റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെ ഈ രീതി തെരുവിലേക്ക് തെരുവിലേക്ക് ഇറങ്ങി എന്ന് പറയുന്നത് ശരി, പാർട്ടിക്കുള്ളിലല്ല നടക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാർട്ടിയിലുള്ള കോൺഗ്രസ് പാർട്ടിക്കകത്ത് കിടക്കുന്ന മുതിർന്ന നേതാക്കന്മാർ തമ്മിൽ വടംവലി നടന്നുകൊണ്ടിരിക്കുക. ഇപ്പൊ നോക്കിക്കോളൂ, പിന്നെ സന്ദീപ് വാര്യർ വരെ KC വേണുഗോപാലിന്റെ കൂടെ നിൽക്കുന്നു. സന്ദീപ് വാര്യർ, K സുധാകരൻ, ഇവരെല്ലാം KCയെ പ്രൊട്ടക്ട് ചെയ്യാൻ അല്ലെങ്കിൽ പിന്തുണച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പൊ തന്നെ നമ്മൾ ആലോചിച്ച് നോക്കൂ, പാർട്ടി ഒന്നല്ല മൂന്നായി മാറി. അതായത് രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന ഒരു വിഭാഗത്തിന്റെ ചേർന്നുകൊണ്ട് നിൽക്കുന്ന ഒരു ഭാഗം ഒന്ന്, VD സതീശനും കുട്ടികളും ഒരു സൈഡിൽ, KC വേണുഗോപാലും പിന്നെ കുട്ടികളും വേറൊരു വഴി. അങ്ങനെ കോൺഗ്രസ് എന്ന് പറയുന്ന സംഘടന തന്നെ മൂന്നായി പിളർന്നു എന്ന് പറയുന്നത് ശരി. ഈ പിളർപ്പുമായിട്ടാണ് ഇവർ മന്ത്രിസഭാ രൂപീകരണം നടത്തുന്നത്. ഇനി നമ്മൾ ആലോചിച്ച് നോക്കിക്കോളൂ, ഇനി ഇതിനു മുമ്പുണ്ടാകുന്ന ഒരു വലിയ ഭവിഷ്യത്താണ് പറയുന്നത്. ഇപ്പൊ KC മുഖ്യമന്ത്രി ആയി എന്ന് കരുതുക. ഈ KCയെ മുഖ്യമന്ത്രിയായി അംഗീകരിച്ചു കൊടുക്കാൻ ഈ രണ്ട് കൂട്ടരും, അതായത് നമ്മുടെ രമേശ് ചെന്നിത്തലയ്ക്കോ VD സതീശനോ സാധിക്കുമോ? ഇല്ല. KC അംഗീകരിച്ചു കൊടുക്കാൻ ഇവരുടെ പിന്നെ കുട്ടിയോളുകൾ സമ്മതിക്കുമോ? ഇല്ല. ഇവര് ഏത് സമയത്ത് KCക്കെതിരായിരിക്കും. പണ്ട് ഉമ്മൻചാണ്ടി അനുഭവിച്ച അതേ കാര്യങ്ങൾ അനുഭവിക്കേണ്ടി വരും. ഉമ്മൻചാണ്ടിയെ അല്ലെങ്കിൽ ഇതിൽ ഏതൊരാൾ മുഖ്യമന്ത്രി ആയാലും സംഭവിക്കാൻ പോകുന്ന കാര്യം ഇതാ. ഉമ്മൻചാണ്ടിക്ക് എന്താ സംഭവിച്ചത്? ഉമ്മൻചാണ്ടിയെ സഭയിലിട്ട് നിർത്തി പൊരിച്ചിട്ടുണ്ട്. TM ജേക്കബ് അടക്കമുള്ള നേതാക്കന്മാര് നിർത്തി പൊരിച്ചിട്ടുണ്ട് അവിടെ. അദ്ദേഹത്തിന്റെ ഉമ്മൻചാണ്ടിയുടെ കാലത്തുണ്ടായിരുന്ന അഴിമതി കഥകളെല്ലാം എടുത്ത് വാരി വലിച്ച് പുറത്തേക്കിട്ടത് ഈ നേതാക്കന്മാർ തന്നെയാണ്, ഇവരുടെ കൂട്ടത്തിലുള്ള ആൾക്കാർ തന്നെയാണ്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ഒരാൾ മുഖ്യമന്ത്രിയാകാനുള്ള ഒറ്റ ആഗ്രഹം കൊണ്ടാണ് ഉമ്മൻചാണ്ടി സ്ഥലത്തില്ലായിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ പിന്നെ പ്രൈവറ്റ് സെക്രട്ടറി അടക്കം പിടിയിലാക്കുന്നത്, പോലീസിന്റെ കേസ് അറസ്റ്റ് ചെയ്യിക്കുന്നത്. ഇതൊക്കെ നടന്നത് ഈ UDFന്റെ കാലത്താണ്. എന്നാൽ നമ്മൾ ലീഗിനെ നോക്കൂ, ലീഗിലെ ഏതെങ്കിലും ഒരു മന്ത്രിമാർക്കെതിരായി അതേ പിന്നെ കൂട്ടത്തിലുള്ള ആരെങ്കിലും ഒരു ആക്ഷേപം ഉന്നയിച്ചിട്ടുണ്ടോ? ലീഗിലെ കുഞ്ഞാലിക്കുട്ടിക്കെതിരായിട്ട് ആരെങ്കിലും ഒരു ആക്ഷേപം ഉന്നയിച്ചിട്ടുണ്ടോ? കുഞ്ഞാലിക്കുട്ടിക്കെതിരായിട്ട് ഇതിന് മുമ്പ് വന്നിട്ടുണ്ട്. അത് പിന്നെ അതിനകത്ത് പക്ഷേ അത് പിന്നീട് കുഞ്ഞാലിക്കുട്ടി മനസ്സ് തുറന്ന് സംസാരിച്ചതാണ്. കുഞ്ഞാലിക്കുട്ടി കരയുകയൊക്കെ ചെയ്തു. KM മുനീർ അദ്ദേഹത്തെ കടന്നാക്രമിച്ചു എന്ന് പറഞ്ഞിട്ട്. അതായത് ഐസ്ക്രീം പാർലർ കേസിൽ ആ സമയത്ത് ഇന്ത്യ വിഷൻ എന്ന് പറയുന്ന ചാനലിനകത്ത് ആ പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടി കുഞ്ഞുമായി വന്നിരുന്നിട്ട് സംസാരിക്കുന്നു. അത് കുഞ്ഞാലിക്കുട്ടിക്കുണ്ടായ ഏറ്റവും വലിയ ക്ഷീണമായി പോയി. അത് പക്ഷേ അന്ന് പിന്നെ ഈ മുസ്ലിം ലീഗുകാർ ഈ ചാനലിന്റെ ഓഫീസ് ആക്രമിക്കുകയൊക്കെ ചെയ്ത സംഭവം ഇവിടെ നമ്മുടെ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അതല്ലാതെ ഈ പറയുന്ന ഏതെങ്കിലും ഒരു മുതിർന്ന നേതാവിനെതിരായി ലീഗിനകത്ത് ഈ ഒരു പോര് നടക്കുന്നുണ്ടോ? ലീഗ് കോൺഗ്രസിനേക്കാൾ അടിസ്ഥാനമുള്ള ഒരു പാർട്ടി തന്നെയാണെന്ന് പറയേണ്ടി വരുമെന്നേ മുസ്ലിം ലീഗ്. കേരളത്തിൽ ചിന്തിച്ചു പോയി കഴിഞ്ഞാൽ ഇന്ന് കോൺഗ്രസിനെക്കാട്ടിൽ അല്ലെങ്കിൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പാർട്ടിയെ നിലനിർത്തിക്കൊണ്ട് പോകുന്നതിന് ലീഗ് പിന്നെ പലയിടങ്ങളിലും അങ്ങനെയല്ലേ. മലബാർ മേഖലയിൽ എന്തുകൊണ്ടാണ് UDF ശക്തമായി നിൽക്കുന്നു എന്ന് പറയുന്നത്? 6 വോട്ട് കൊണ്ടാ. എന്തുകൊണ്ടാണ് തെക്കൻ ജില്ലകളിൽ കിട്ടാത്തത്? എന്തുകൊണ്ടാ? ഒരു മധ്യ കേരളത്തിലേക്ക് വരുമ്പോൾ ശക്തമാണ്. കാരണം എന്താ, അവിടെ ഈ സഭ അത് ഇത് എന്നൊക്കെ പറയുന്നത് അവിടെ ശക്തമാണ്. വടക്കൻ ജില്ലകളിലേക്ക് ഈ കോൺഗ്രസിനെ ഏൽപ്പിക്കുന്ന ആരാ? മുസ്ലിം ലീഗിന്റെ വോട്ട് കൊണ്ടാണ്. ഇപ്പോഴും BV അൻവർ നിൽക്കുന്ന അത് ആ പ്രതീക്ഷയിലല്ലേ അല്ലേ? കോഴിക്കോട് ജില്ലയാണെങ്കിലും മലപ്പുറം ജില്ലയാണെങ്കിലും പിന്നെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കണ്ണൂർ ജില്ലയാണെങ്കിലും കാസർഗോഡ് ജില്ലയാണെങ്കിലും ഇവിടെ എല്ലാവരും പ്രതീക്ഷിക്കുന്ന ഈ പറയുന്ന മുസ്ലിം ലീഗ് വോട്ടാണ് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത്, അല്ല വേറൊന്നുമില്ല. അതുകൊണ്ടല്ല തെക്കൻ ജില്ലകളിൽ കോൺഗ്രസിന് വലിയ പരിങ്ങലുണ്ടാവുന്നത്. തെക്കൻ ജില്ല തിരുവനന്തപുരം ആണെങ്കിലും കൊല്ലമാണെങ്കിലും പത്തനംതിട്ടയാണെങ്കിലും ആലപ്പുഴയാണെങ്കിലും ഇടുക്കി ഇതിനകത്ത് വരും, മധ്യ കേരളത്തിലേക്ക് വരും. അപ്പൊ ഈ പറയുന്ന ജില്ലകളിലൊക്കെ എന്തുകൊണ്ടാണ് കോൺഗ്രസ് വലിയ പരിങ്ങലെ നേരിടേണ്ടി വരുന്നത്? അവിടെ ശക്തമായി ഒരു വിജയിപ്പിക്കാൻ ആളില്ല. അതാണ് പ്രശ്നം. ലീഗിന്റെ ഒരു പിന്തുണയില്ല, അത് തന്നെ പ്രശ്നം. കാരണം അവിടങ്ങളിലൊക്കെ വിജയിപ്പിക്കുന്ന ലീഗ് ഉണ്ട്, ഇവിടെ ലീഗിന് ഭൂരിപക്ഷം കുറവാണ്. നമ്മൾ പലപ്പോഴും നമ്മുടെ ചർച്ചയിൽ പോലും പറഞ്ഞിട്ടുണ്ട്, ലീഗ് പിന്നോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ കോൺഗ്രസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന UDF എന്ന് പറയുന്നത് പിന്നെ ഇല്ല എന്ന് നമ്മൾ തന്നെ പലപ്പോഴും ചർച്ച ചെയ്തു. അതെ തീർച്ചയായിട്ടും അത് തന്നെയാണെന്നേ. ലീഗ് പറയാണ് ഞങ്ങൾ അടുത്ത തവണ മുതൽ പിന്നെ ഇനി മത്സരിക്കുന്നില്ല, അല്ലെങ്കിൽ സ്വന്തമായി ഞങ്ങൾ മത്സരിക്കുന്നു, സ്വന്തമായി രാഷ്ട്രീയ പാർട്ടിയായിട്ട് ഞങ്ങൾ സ്വന്തം സ്ഥാനാർത്ഥികളെ നിർത്തിക്കഴിഞ്ഞാൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പാർട്ടി മലബാർ മേഖലയിൽ നിന്ന് 10 സീറ്റ് തികച്ച് നേടത്തില്ല. മലബാർ മേഖല ഞാൻ പറയുന്നത് മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള പിന്നെ ജില്ലകൾ നമ്മളെടുത്ത് പരിശോധിച്ചാൽ മതി. ഒരിടത്ത് പോലും ജയിക്കാൻ സാധിക്കില്ല, ഒരിടത്ത് പോലും. അവിടെ എല്ലാം മുസ്ലിം ലീഗ് അടിച്ചു കയറും. ഇതാണ് ലീഗിന്റെ പ്രസക്തി. അവർക്ക് സീറ്റ് കുറഞ്ഞു പോയി, അത് മാത്രമേ ഉള്ളൂ പ്രശ്നം.
അവരുടെ സീറ്റ് ഇവിടെ നമ്മൾ പലപ്പോഴും ആലോചിക്കട്ടെ, മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥികൾക്ക് കോൺഗ്രസിന് പ്രാധാന്യമുള്ള പ്രദേശങ്ങളിൽ ഒരു മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ അവർ വിജയിപ്പിക്കത്തില്ല, കോൺഗ്രസ്സുകാർ ജയിപ്പിക്കത്തില്ല, ആ വോട്ട് മറിച്ചു കൊടുക്കും അവർ. ഇത് പക്ഷെ അതേസമയം ലീഗ് അങ്ങനെയല്ല. ഇതാണ് ലീഗും കോൺഗ്രസും തമ്മിലുള്ള വ്യത്യാസം. അതാ ലീഗ് കോൺഗ്രസ് അല്ലെങ്കിൽ പിന്നെ ലീഗിന് പ്രാധാന്യമുള്ള സ്ഥലത്ത് നിൽക്കുന്നത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാണെങ്കിൽ ലീഗുകാർ അവരെ കിണഞ്ഞു പരിശ്രമിക്കും. ആര്യാടൻ ഷൗക്കത്ത് ഇപ്പം നിലമ്പൂരിൽ നിന്ന് മത്സരിച്ച് വിജയിച്ച ഒരാളാണ്. അവിടെ ആരാ പിന്നെ നിലമ്പൂർ ജയിപ്പിച്ചത്? ആര്യാടൻ ഷൗക്കത്തിന് കോൺഗ്രസിന്റെ വോട്ട് കൊണ്ടാ? അല്ല, ലീഗാണ് അവിടെ പാടുപെട്ടത്. ഈ ആര്യാടൻ ഷൗക്കത്തിന്റെ അച്ഛനാണ് ലീഗിനെതിരെ മലപ്പുറത്ത് കിടന്ന് പടവാളം എടുത്തത്. ഇതാണ് പ്രശ്നം. ഇത് സത്യത്തിൽ കോൺഗ്രസും അല്ലെങ്കിൽ UDF എന്ന് പറയുന്ന മുന്നണി അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം കോൺഗ്രസ് പാർട്ടി തന്നെയാണ്. കോൺഗ്രസിനകത്ത് നടക്കുന്ന ഈ ഒരു പ്രതിസന്ധി അത് എന്ന് മാറുന്നോ അന്നേ ഈ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി രക്ഷപ്പെടും. ഇനി കേരളത്തിൽ ഈ തമ്മിത്തല്ല്, ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ പാർട്ടി ഒന്നല്ല 3 കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി 3 തിരിഞ്ഞിരിക്കുകയാണ്. ഇത് ഭയങ്കര രൂക്ഷമായ ഒരു അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ വിചാരിക്കുന്ന അത്ര സിമ്പിൾ അല്ല കാര്യങ്ങൾ, വളരെ സിമ്പിൾ ഒന്നും അല്ല. കാരണം ഇത് അടി വീണ് ഈ നല്ലൊരു മന്ത്രിസഭ ഇവിടെ ഉണ്ടാകാനും പോകുന്നില്ല. ഒരു നല്ലൊരു മന്ത്രിസഭയായിട്ട് കേരളത്തിലെ ഭരണകാര്യങ്ങളിലേക്ക് ഇടപെടൽ നടത്തിക്കൊണ്ട് കൃത്യമായി ഇവിടുത്തെ സിസ്റ്റമാറ്റിക്കായിട്ട് ഇവിടുത്തെ കാര്യങ്ങൾ ഓടിച്ചുകൊണ്ട് പോകാനോ ഇവിടുത്തെ ഒരു വികസന പ്രവർത്തനങ്ങൾ കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകാനോ കഴിയുന്ന ഒരു അവസ്ഥയിലല്ല ഇന്നത്തെ കോൺഗ്രസ് പാർട്ടി. അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഇവിടെ തമ്മിത്തല്ലും ഈ പറയുന്ന പോലെ എങ്ങനെ പാര വെക്കാം എന്നുള്ള ചിന്തയും മാത്രമായിരിക്കും കേരളത്തിൽ നടക്കാൻ പോകുന്നത്. കാര്യം ഇത്രയും ദിവസം കൊണ്ട് ഒരു തെരഞ്ഞെടുപ്പ് ഏപ്രിൽ മാസം 9-ാം തീയതി തെരഞ്ഞെടുപ്പ് കഴിയുന്നു. ഒരു 6-7 ദിവസമായി കഴിയുമ്പോഴേക്കും ഇവിടെ കേരളത്തിലുണ്ടായ ചലനം ഒന്ന് ആലോചിച്ച് നോക്കൂ. തർക്കങ്ങളായി, അഭിപ്രായ പ്രകടനങ്ങളായി, പിന്നെ മുഖ്യമന്ത്രിയുടെ സംസാരങ്ങളായി, സൈബർ അറ്റാക്കുകളായി, പിന്നെ ചർച്ച ചെയ്യേണ്ടെന്നൊരു കൂട്ടർ പറയുന്നു, ചർച്ച ചെയ്യണമെന്നൊരു കൂട്ടർ പറയുന്നു. ഇതെല്ലാം കൂടിയിട്ട് കലങ്ങി മറിഞ്ഞു നിൽക്കുന്ന ഒരു അന്തരീക്ഷമാണ് ശരിക്കും കോൺഗ്രസിനുള്ളിലുള്ളത്. ഇത് കണ്ട് മനം മടുത്തു പോകുന്നേ. ഈ ലീഗിനെ പോലെ വളരെ സംഘടനാപരമായി അല്ലെങ്കിൽ സംഘടനാ പാടവത്വത്തോടു കൂടി മുന്നോട്ട് പോകുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും. അത് ശരിക്കും മനസ്സിലാക്കാൻ പോകുന്നു ഇനി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഫലം വന്ന് ഒരു മന്ത്രിസഭാ രൂപീകരണം ഉണ്ടാകുന്ന സമയത്ത് അറിയാം എത്ര പേര് എത്ര MLA രാജിവെക്കുമെന്ന്. അതിന് നമുക്ക് കണ്ടറിയേണ്ട കാര്യമാണ്. എത്ര MLA രാജിയിലേക്ക് പോകുന്നുള്ളത് നമുക്ക് വഴിയെ കണ്ടറിയേണ്ടി വരും. പിന്നെ ലീഗ് എടുക്കുന്ന നിലപാട് എന്തായിരിക്കും എന്നുള്ള കാര്യം നമ്മൾ കണ്ടറിയേണ്ടി വരും.